അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ഏഷ്യാകപ്പ് 2025 T20 ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമാവുകയാണ്. സെപ്റ്റംബർ 9 ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് അബുദാബി ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. ഗ്രൂപ്പ് ബിയിലാണ് അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങും ഉൾപ്പെട്ടിരിക്കുന്നത്. സെപ്റ്റംബർ 10 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ UAEക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഇന്ത്യക്കാണ് ആതിഥേയത്വ അവകാശമുള്ളതെങ്കിലും ടൂർണമെന്റ് സ്വന്തം നാട്ടിലേക്ക് എത്തിയതോടെ UAEയും ഒരു തരത്തിൽ ആതിഥേയരായി മാറി. ഇന്ത്യയെ സംബന്ധിച്ച് ഈ മത്സരം ഒരു വെല്ലുവിളിയും ഉയർത്തില്ല എന്ന കാര്യം ഉറപ്പാണ്. നിലവിൽ T20 ലോകകപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യയാണ് കിരീടം നേടാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീം. ഫേവറേറ്റുകൾ ഇന്ത്യയാണെങ്കിലും ഓരോ പന്തിലും സാധ്യതകൾ മാറിമറിയാവുന്ന T20 ഫോർമാറ്റിൽ ശക്തമായ വെല്ലുവിളികൾ തന്നെ ഇന്ത്യ പ്രതീക്ഷിക്കണം. സെപ്റ്റംബർ 14 രണ്ടാം മത്സരത്തിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് ബദ്ധവൈരികളായ പാകിസ്ഥാനാണ്. ഈ മത്സരം മാത്രമേ ഇന്ത്യക്ക് ഗൗരവമായി കാണേണ്ടതുള്ളൂ. എങ്കിലും സമീപകാല പ്രകടനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയേക്കാൾ ബഹുദൂരം പിന്നിലാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ എതിരാളി ദുർബലരായ ഒമാനാണ്. സെപ്റ്റംബർ 19 ഇന്ത്യ ഒമാൻ മത്സരം. ഗ്രൂപ്പ് ബിയിലുള്ള ശ്രീലങ്കയും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനുമെല്ലാം ശക്തമായ ടീമിനെ തന്നെയാണ് ഇത്തവണ രംഗത്തിറക്കുന്നത്. ഏഷ്യാകപ്പ് തത്സമയം കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഏഷ്യാകപ്പിലെ എല്ലാ മത്സരങ്ങളും സോണി 10 സ്പോർട്സിലാണ് തത്സമയം സംപ്രേഷണം ചെയ്യുക. സോണി ലൈവ് വെബ്സൈറ്റിലും മൊബൈൽ ആപ്പിലും തത്സമയ സ്ട്രീമിംഗ് ലഭ്യമാകും. ഇന്ത്യ പാക് പോരാട്ടം തന്നെയാണ് ടൂർണമെൻറ്റിൻ്റെ ഹൈലൈറ്റ്. ഇന്ത്യയും പാകിസ്ഥാനും 3 തവണ ഏറ്റുമുട്ടാൻ സാധ്യതയുള്ളതിനാൽ ആരാധകർ വലിയ ആകാംക്ഷയിലാണ്. അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലും നടക്കാനിരിക്കുന്ന ICC പുരുഷ T20 ലോകകപ്പ് പരിഗണിച്ചാണ് ഇത്തവണ ഏഷ്യാകപ്പ് T20 ഫോർമാറ്റിൽ നടത്തുന്നത്. 2016 മുതലാണ് ഇത്തരത്തിൽ തൊട്ടടുത്ത ICC ഇവൻറ്റിൻ്റെ ഫോർമാറ്റിൽ ഏഷ്യാകപ്പ് നടത്താൻ തുടങ്ങിയത്. ഇത്തവണ വിജയികളെ കാത്തിരിക്കുന്നത് കോടികളുടെ സമ്മാനമാണ്. വിജയികൾക്ക് പാരിതോഷികമായി 2.6 കോടി രൂപയാണ് ലഭിക്കുക. ഈ വർഷം ഏഷ്യാകപ്പ് സമ്മാനത്തുക വർദ്ധിപ്പിച്ചതോടെയാണ് ചാമ്പ്യന്മാർക്ക് $3 ലക്ഷം അതായത് ഏകദേശം 2.6 കോടി രൂപ ലഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. ഫൈനലിൽ തോറ്റാലും കീശ നിറക്കാമെന്നാണ് സൂചന. റണ്ണേഴ്സ് അപ്പിന് $1.5 ലക്ഷം സമ്മാനം. ഇക്കാര്യത്തിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഏഷ്യാകപ്പിന് നേരിട്ട് പ്രവേശനം നേടുകയായിരുന്നു. അസോസിയേറ്റ് രാജ്യങ്ങൾക്കായുള്ള ACC പ്രീമിയർ കപ്പിൽ ആദ്യ 3 സ്ഥാനങ്ങൾ നേടി UAE, ഒമാൻ, ഹോങ്കോങ് എന്നിവരും ഏഷ്യാകപ്പിന് യോഗ്യത നേടി. വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യ ഏഷ്യാകപ്പിനെത്തുന്നത്. 8 തവണ ഏഷ്യാകപ്പ് നേടി റെക്കോർഡിട്ട നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ കിരീടമുയർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദുബായിൽ പരിശീലനം നടത്തി വരികയാണ്. സെപ്റ്റംബർ 19 ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാനിക്കുന്നത്. ഓരോ ഗ്രൂപ്പിൽ നിന്നും ആദ്യ 2 സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകൾ സൂപ്പർ 4ലേക്ക് യോഗ്യത നേടും. സൂപ്പർ 4-ലെത്തുന്ന ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടുകയും ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തുന്നവർ ഫൈനലിലേക്ക് എത്തുകയും ചെയ്യും. സെപ്റ്റംബർ 28 ഏഷ്യാകപ്പ് ഫൈനൽ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.